നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ആരെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ശരി, കളർ പെയിൻറ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പഠിച്ചതല്ലേ? കളർ പെയിൻറ് ഉപയോഗിച്ച് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചുവോ? യെസ്. ആ ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? ശരി, വളരെ സന്തോഷം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നല്ല നിലാവുള്ള ഒരു ദിവസം അച്ഛനും അമ്മയോടുമൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി ചുറ്റുപാടുമൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? നിലാവിന് വെയിലിനെ പോലെ ചൂടില്ല അല്ലേ? എന്താണിതിന് കാരണം? ആരാ പറഞ്ഞത്? വെരി ഗുഡ്, മിടുക്കി. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. ചന്ദ്രൻ തന്നിൽ പതിക്കുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രതിഫലിപ്പിക്കുന്ന പ്രകാശത്തിന് തീക്ഷ്ണത കുറവാണല്ലേ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിച്ചിട്ടുള്ളത്? വെരി ഗുഡ്. കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ പരിസര പഠനത്തിൽ മാനത്തേക്ക് എന്ന പാഠഭാഗത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ അപ്പുറമുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നല്ല നിലാവുള്ള രാത്രിയിൽ അമ്പിളിമാമൻ്റെ ആകൃതി എങ്ങനെയാണ്? പൂർണ്ണ വൃത്താകൃതിയിൽ നല്ല ഭംഗിയുള്ള പൂർണ്ണ ചന്ദ്രൻ അല്ലേ? ഓരോ രാത്രിയിലും ചന്ദ്രനെ നമ്മൾ കാണുന്നത് ഇതുപോലെയാണോ? ചന്ദ്രൻ ചെറുതായി വന്ന് ഒരു ദിവസം ചന്ദ്രനെ തീരെ കാണാതാവുന്നു അല്ലേ? അന്ന് വല്ലാത്ത ഇരുട്ടായിരിക്കും. നമുക്ക് പുറത്തേക്കിറങ്ങാൻ തന്നെ പേടിയാവും. പിന്നെ ചന്ദ്രൻ വലുതായി വന്ന് പൂർണ്ണ ഭംഗിയോടുകൂടി നമുക്ക് കാണാവുന്നതാണ്. ഇതിനെല്ലാം കാരണം എന്താണ്? നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. ഭ്രമണവും പരിക്രമണവുമാണ് ഇതിന് കാരണം. എന്താണ് ഭ്രമണം? ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. പരിക്രമണമോ? ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വെക്കുക കൂടി ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല അല്ലേ? ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ചന്ദ്രൻ്റെ ഭാഗം ഇരുണ്ടതാണല്ലേ? ഇത്തരം ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. ഇതിനെയാണ് നാം അമാവാസി അഥവാ കറുത്ത വാവ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്ന ക്രമത്തിൽ നേർരേഖയിൽ വരുമ്പോൾ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പ്രകാശമുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രൻ്റെ പൂർണ്ണമായ ഭാഗം കാണാനാവും. ഇതിനെയാണ് നാം വെളുത്ത വാവ് അഥവാ പൗർണമി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ 4ാം ക്ലാസ്സിൽ ചന്ദ്രൻ്റെ വിവിധ ഭാഗങ്ങൾ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണിത് വരച്ചത്? എല്ലാവരും അത് ചെയ്തിരുന്നോ? ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടായത്? ചില കുട്ടികൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലേ? എന്താണ് അതിന് കാരണം? ഒരു ദിവസം പുറത്തേക്കിറങ്ങാൻ മറന്നാലോ? മഴയോ
കാർമേഘമോ ഉണ്ടെങ്കിലോ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ചിത്രം നമുക്ക് വരയ്ക്കാനും കഴിയില്ല. ഈ പ്രയാസങ്ങൾ ഒന്നുമില്ലാതെ ഇത് തയ്യാറാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാം അല്ലേ? നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഇവയുടെ ഭ്രമണം, പരിക്രമണം എന്നിവയെക്കുറിച്ചുമെല്ലാം ശാസ്ത്രലോകത്തിന് ഇന്ന് ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സൂര്യൻ്റെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങളെ നമുക്ക് പുനരാവിഷ്കരിക്കാൻ കഴിയും. പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നാം സിമുലേഷനുകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം സിമുലേഷൻ സോഫ്റ്റ്വെയറുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏതെങ്കിലും 1-2 സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ പറയൂ. വെരി ഗുഡ്. K-STARS, സ്റ്റെല്ലേറിയം തുടങ്ങിയവ സിമുലേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും മാത്രമല്ല, ഒട്ടനവധി നമുക്കറിയാവുന്ന നക്ഷത്രങ്ങളെയും ഇത്തരം സോഫ്റ്റ്വെയറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സോഫ്റ്റ്വെയറിൽ കൂടിയുള്ള കാഴ്ച ആകാശ കാഴ്ച കാണുന്നതിനേക്കാൾ മനോഹരമാണ്. എന്നാൽ നമുക്ക് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയുള്ള ചന്ദ്രൻ്റെ ദൃശ്യങ്ങളൊന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ പകർത്തി നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? അതിന് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സിമുലേഷൻ സോഫ്റ്റ്വെയറായ സ്റ്റെല്ലേറിയം ഉപയോഗിക്കാം. സ്റ്റെല്ലേറിയത്തിൻ്റെ സഹായത്തോടെ നമുക്ക് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയുള്ള ചന്ദ്രൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. എല്ലാവരും റെഡിയാണോ? എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ തുറക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സ്റ്റെല്ലേറിയം എന്ന ക്രമത്തിലാണ് ഈ സോഫ്റ്റ്വെയർ തുറക്കുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സ്റ്റെല്ലേറിയം എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. കുട്ടികളെ, ഇപ്പോൾ സ്റ്റെല്ലേറിയത്തിൻ്റെ ജാലകം തുറന്നു വന്നു. ആകാശത്തിൻ്റെ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ കാണാനാവുന്നു. എപ്പോഴും ആകാശത്തിൻ്റെ ഈ ഭാഗം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ? അല്ല അല്ലേ? സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ ആകാശത്തിൻ്റെ മറ്റു ഭാഗങ്ങളും കാണാനാകും. ഇപ്പോൾ ആകാശത്തിൻ്റെ മറ്റൊരു ഭാഗമല്ലേ കാണുന്നത്? ഇനി നമുക്ക് മൗസിൻ്റെ സ്ക്രോൾ വീൽ ഒന്ന് ചലിപ്പിച്ച് നോക്കാം. സ്ക്രോൾ വീൽ മുന്നോട്ടും പിന്നോട്ടും ഒന്ന് തിരിച്ചു നോക്കാം. അടുത്ത് നിന്നുള്ളത് പോലെയും അകലെ നിന്നുള്ളത് പോലെയും കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ മൗസിൻ്റെ സ്ക്രോൾ വീൽ മുമ്പോട്ടും പിമ്പോട്ടും ചലിപ്പിച്ചാൽ മതി. പക്ഷേ സൂക്ഷിക്കണം, സാവധാനം മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് സ്ക്രീനിൽ നിന്നും മാറിപ്പോകും. കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയുള്ള ചന്ദ്രൻ്റെ ദൃശ്യമല്ലേ വേണ്ടത്? അതിന് ആദ്യം നാം ചന്ദ്രൻ്റെ സ്ഥാനം കണ്ടെത്തണം. നമ്മുടെ സ്റ്റെല്ലേറിയത്തിൻ്റെ ജാലകത്തിൽ അതിനുള്ള ടൂളുകൾ ഒന്നും തന്നെ ഇല്ലല്ലോ. നോക്കൂ, നമ്മുടെ മൗസ് പോയിൻ്റർ നമ്മുടെ ജാലകത്തിൻ്റെ ഇടത് ഭാഗത്തേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഇപ്പോൾ ഇവിടെ ടൂളുകൾ കാണുന്നില്ലേ? അതുപോലെ മൗസ് പോയിൻ്റർ ഒന്ന് നമ്മുടെ സ്ക്രീനിൻ്റെ അടിയിലോട്ടൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഇവിടെയും ഒട്ടനവധി ടൂളുകളുണ്ട് അല്ലേ? ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ചന്ദ്രൻ്റെ സ്ഥാനം കണ്ടെത്താവുന്നതാണ്. നമുക്ക് ചന്ദ്രൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നത് പോലെയല്ലേ നമുക്ക് ലഭിക്കേണ്ടത്? നോക്കൂ, ഇപ്പോൾ പാരീസിൽ നിന്നും നിരീക്ഷിക്കുന്ന വിധത്തിലാണ് സോഫ്റ്റ്വെയർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് തിരുവനന്തപുരമാക്കി മാറ്റാം. ഇതിനുള്ള ടൂളുകൾ ലഭിക്കുന്നതിനായി മൗസ് പോയിൻ്റർ സ്ക്രീനിൻ്റെ ഇടതുവശത്തേക്ക് നീക്കി നോക്കൂ. അപ്പോൾ ഒരു ടൂൾ ബോക്സ് കാണുന്നില്ലേ? ഇതിൽ കാണുന്ന ലൊക്കേഷൻ വിൻഡോ എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ജാലകം തുറന്നു വരുന്നു. ഇതിലെ സെർച്ച് ബോക്സിൽ തിരുവനന്തപുരം എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ തിരുവനന്തപുരം ഇന്ത്യ എന്ന് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുക.
ഇനി ഈ ജാലകം ക്ലോസ് ചെയ്യാം. അടുത്തതായി നമുക്ക് ചന്ദ്രൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഇതേ ടൂൾ ബാറിലെ ഈ സെർച്ച് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ജാലകം തുറന്നു വന്നില്ലേ? ഇതിൽ മൂൺ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഒന്നും കാണുന്നില്ലല്ലോ. ചന്ദ്രൻ ഭൂമിയുടെ അങ്ങേപ്പുറത്താണ് എന്ന് തോന്നുന്നു. തൽക്കാലത്തേക്ക് ഭൂമിയെ ഒന്ന് മറച്ചു വെച്ചാലോ? അതിനായി മൗസ് പോയിൻ്റർ സ്ക്രീനിൻ്റെ ചുവട്ടിലേക്ക് നീക്കി നോക്കുക. ഇപ്പോൾ കാണുന്ന ടൂൾ ബോക്സിൽ നിന്ന് ഗ്രൗണ്ട് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ, ഇപ്പോൾ ഭൂമി അപ്രത്യക്ഷമായി. ചന്ദ്രനെ ശരിയായി കാണാനും സാധിക്കുന്നു. ചന്ദ്രൻ്റെ സ്ഥാനം ഭൂമിയുടെ മറുവശത്തായിരുന്നതിനാലാണ് കാണാൻ കഴിയാതിരുന്നത്. എന്നാൽ നക്ഷത്രങ്ങൾ ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ പകൽ സമയമായതിനാൽ പ്രകാശം അന്തരീക്ഷത്തിലുള്ളത് കൊണ്ടാണ് അവയെ കാണാത്തത്. അന്തരീക്ഷത്തെയും തൽക്കാലം മറച്ചു വെക്കാം. അതിനായി താഴെയുള്ള ടൂൾ ബോക്സിലെ അറ്റ്മോസ്ഫിയർ എന്ന ഈ ടൂൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ രാത്രിയിലേതുപോലെ ആകാശം ദൃശ്യമായത് കണ്ടില്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കണം. നാം സൂം ഇൻ ചെയ്യുകയോ സൂം ഔട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം മാറിയേക്കാം. എല്ലായ്പ്പോഴും ചന്ദ്രൻ്റെ സ്ഥാനം സ്ക്രീനിൻ്റെ നടുവിൽ വരുന്നതിന് വേണ്ടി ചന്ദ്രനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം താഴെയുള്ള ടൂൾ ബോക്സിലെ സെൻറ്റർ ഓൺ സെലക്റ്റഡ് ഒബ്ജക്റ്റ് എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി എപ്പോഴും ചന്ദ്രൻ സ്ക്രീനിൻ്റെ മധ്യത്തിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുന്നില്ലേ? ഇനി എന്താണ് വേണ്ടത്? അതെ, കറുത്ത വാവുള്ള ദിവസത്തെ ചന്ദ്രനെയാണ് വേണ്ടത്. എന്നാണ് കറുത്ത വാവുള്ള ദിവസങ്ങൾ? വീട്ടിൽ കലണ്ടറില്ലേ? അതെ, ഓഗസ്റ്റ് 19 കറുത്ത വാവായിരുന്നു. അന്നത്തെ ചന്ദ്രനെ ഒന്ന് നിരീക്ഷിച്ചാലോ? തീയതിയും നിരീക്ഷിക്കുന്ന സമയവും ക്രമീകരിക്കുന്നതിനായി ഇടതുഭാഗത്തെ ടൂൾ ബോക്സിലെ രണ്ടാമതായി കാണുന്ന ഡേറ്റ് ഓർ ടൈം വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഈ ജാലകത്തിൽ ദാ ഇതുപോലെ 2020 8/19 എന്ന് തീയതി തിരഞ്ഞെടുക്കുക. സമയം രാത്രിയിലേത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ രാത്രി 8 മണി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ജൂലിയൻ ഡേ എന്ന ഭാഗത്തുള്ള മണിക്കൂർ 20 നൽകുക. ഇനി ജാലകം ക്ലോസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റെല്ലേറിയത്തിൻ്റെ ജാലകം 2020 ഓഗസ്റ്റ് 19 തീയതി രാത്രി 8 മണിയിലെ ആകാശക്കാഴ്ചയിലേക്ക് ക്രമീകരിക്കപ്പെട്ടതായി കാണാം. ചന്ദ്രൻ കറുപ്പ് നിറത്തിലാണ് കാണുന്നതല്ലേ? കറുത്ത വാവ് ആയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത്. മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ തിരിച്ച് ചന്ദ്രൻ്റെ വലുപ്പം ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിൻ്റെ ചിത്രമെടുക്കണം. അതിനായി ഈ ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇതിനായി കീബോർഡിലെ ആദ്യ വരിയിലുള്ള പ്രിൻ്റ് സ്ക്രീൻ കീ അമർത്തുക. ഇങ്ങനെ എടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ കമ്പ്യൂട്ടറിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യപ്പെടും. ഇത് കാണുന്നതിനായി പ്ലേസസ്, പിക്ചേഴ്സ് എന്ന ക്രമത്തിൽ ഈ ഫോൾഡർ തുറന്നു നോക്കാം. ദാ ഇവിടെ ചിത്രം വന്നിട്ടുണ്ട്. ഇപ്പോൾ കറുത്ത വാവ് ദിവസത്തിലെ ചന്ദ്രൻ്റെ ചിത്രം നാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 3 ദിവസം കഴിഞ്ഞുള്ള ചന്ദ്രൻ്റെ ചിത്രമാണ്.
അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ആരോ പറഞ്ഞല്ലോ, മിടുക്കി, വെരി ഗുഡ്. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ തീയതി മാറ്റി നൽകണം. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇടതുഭാഗത്തെ ടൂൾ ബോക്സിലെ ഡേറ്റ് ഓർ ടൈം വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഈ ജാലകത്തിൽ 2020-8-22 എന്ന് തീയതി തിരഞ്ഞെടുക്കുക. നേരത്തെ നൽകിയ സമയം തന്നെ നൽകുന്നു. ഇനി ജാലകം ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ചന്ദ്രന് വന്ന മാറ്റം നിരീക്ഷിക്കൂ. കുറച്ചു ഭാഗം ഇരുട്ടുമാറി തെളിഞ്ഞത് കണ്ടില്ലേ? ഒരു ചന്ദ്രക്കല രൂപപ്പെട്ടിരിക്കുന്നു. ഒരു 3 ദിവസം കൂടി കഴിഞ്ഞാലോ? നമുക്കൊന്ന് നോക്കാമല്ലേ? തീയതി 2020-8-25 എന്ന് തിരഞ്ഞെടുക്കുന്നു. ഇപ്പോഴത്തെ മാറ്റമോ? ചന്ദ്രൻ്റെ പകുതിയോളം ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നു. ഇവയുടെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കല്ലേ. ഇപ്പോൾ നാം കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെയുള്ള ദിവസങ്ങളിൽ ചന്ദ്രൻ ആകാശത്ത് ദൃശ്യമാകുന്നത് എങ്ങനെയെന്ന് നാം കണ്ടു കഴിഞ്ഞു. ചന്ദ്രനെ നിരീക്ഷിക്കാൻ മാത്രമാണോ സ്റ്റെല്ലേറിയം ഉപയോഗിക്കുന്നത്? നക്ഷത്രങ്ങളെയും നക്ഷത്രക്കൂട്ടങ്ങളെയും ഒക്കെ നമുക്ക് സ്റ്റെല്ലേറിയം ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ കഴിയും. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഇതല്ലാതെ എത്ര നക്ഷത്രങ്ങളുടെ പേര് നിങ്ങൾക്കറിയാം? 1-2 നക്ഷത്രങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു തരാം. റീഗൽ, ബീറ്റിൽജ്യൂസ്, പ്ലെയ്ഡീസ്, വേഗ തുടങ്ങിയവ നക്ഷത്രങ്ങളാണ്. റീഗൽ എന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന ഒരു നക്ഷത്രമാണ് റീഗൽ. 860 പ്രകാശവർഷങ്ങൾ അകലെയാണ്. എന്താണ് 860 പ്രകാശവർഷങ്ങൾ എന്ന് പറഞ്ഞാൽ? റീഗലിൽ നിന്നുള്ള ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ 860 വർഷങ്ങൾ എടുക്കുമെന്നാണ് അർത്ഥം. എത്ര അകലെയാണല്ലേ? നമുക്ക് റീഗലിനെ ഒന്ന് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിരീക്ഷിച്ചാലോ? റെഡിയല്ലേ? റീഗലിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇടതുഭാഗത്തെ ടൂൾ ബാറിലെ ഈ സെർച്ച് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറക്കുന്ന ജാലകത്തിലെ സെർച്ച് ബോക്സിൽ നമുക്ക് റീഗൽ എന്ന് കൊടുക്കാം. നക്ഷത്രത്തെ രാത്രിയിലേതുപോലെ തന്നെ കാണാനും അന്തരീക്ഷം മറച്ചു വെക്കാനും നേരത്തെ പഠിച്ചുവല്ലോ. അതിനായി അറ്റ്മോസ്ഫിയർ എന്ന ടൂൾ നമുക്ക് ഉപയോഗിക്കാം. ഇതാ സ്ക്രീനിൽ റീഗൽ നക്ഷത്രം തെളിഞ്ഞു വരുന്നു. ഇതിനെ സ്ക്രീനിൻ്റെ മധ്യത്തിൽ ഉറപ്പിച്ചു നിർത്താനായി സെൻറ്റർ ഓൺ സെലക്റ്റഡ് ഒബ്ജക്റ്റ് എന്ന ടൂൾ ഉപയോഗിക്കാം. ഈ നക്ഷത്രമാണ് റീഗൽ. നീല നിറമാണതിന്. ഇതിനടുത്ത് വേറെയും നക്ഷത്രങ്ങളുണ്ട്. ഇതെന്താണ്? ഇതാണ് ബീറ്റിൽജ്യൂസ്. വെറ്റിലയുടെ ചാറുപോലെ ചുവന്ന നിറത്തിലാണ് ഇത് കാണുക. മലയാളത്തിൽ തിരുവാതിര എന്നാണ് ഈ നക്ഷത്രത്തെ പറയുന്നത്. ഈ നക്ഷത്രങ്ങളെല്ലാം പഴയ പായ്ക്കപ്പൽ ഓടിക്കുന്നവർക്ക് സുപരിചിതമായിരുന്നു. ഇന്നത്തെ കാലമല്ല. ദിശ അറിയുന്നതിന് നക്ഷത്രങ്ങളെ മാത്രമാണ് അവർ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളെയും നക്ഷത്രക്കൂട്ടങ്ങളെയും അവർ തിരിച്ചറിഞ്ഞിരുന്നു. ഉദാഹരണത്തിന് ഈ നക്ഷത്രക്കൂട്ടത്തെ നോക്കൂ. ഇതിൽ ഏതെല്ലാം നക്ഷത്രങ്ങളാണുള്ളത്? ബെറ്റൽജ്യൂസ്, ബെല്ലാട്രിക്സ്, ആൽനിലം, റീഗൽ തുടങ്ങിയവയാണ് ഈ കൂട്ടത്തിലുള്ളത്. ഈ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ ഇവയെ തിരിച്ചറിയാനായി അവയ്ക്ക് ഒരു രൂപം സങ്കല്പിച്ചിരുന്നു. സങ്കല്പം മാത്രമാണ്. ഗ്രീസിലെ പുരാണങ്ങളിലെ വേട്ടക്കാരനായ ഓറിയണിൻ്റെ രൂപമാണത്. ശരിക്കും ഒന്നുകൂടി നോക്കിയേ. ബെറ്റൽജ്യൂസും ബെല്ലാട്രിക്സും ആണ് തോളുകൾ. മെയ്സ എന്ന ഈ ഇരട്ട നക്ഷത്രമാണ് തല. ഈ 3 നക്ഷത്രങ്ങളാണ് വേട്ടക്കാരൻ്റെ ബെൽറ്റ്. ഇനി റീഗലോ? അത് വേട്ടക്കാരൻ്റെ ഇടതുപാദമാണ്.
ഇപ്പോഴും ഇതിന് ഒരു വേട്ടക്കാരൻ്റെ രൂപമായി തോന്നുന്നില്ലേ? നമുക്കൊന്നുകൂടി നോക്കിയാലോ? ഇവിടെ മറ്റൊരു ടൂളുണ്ട്. കോൺസ്റ്റലേഷൻ ലൈൻസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇനി നോക്കൂ, താഴെ മറഞ്ഞിരുന്ന ടൂൾ ബോക്സിലെ ഈ ടൂൾ ഉപയോഗിച്ചാണ് ഈ ലൈനുകൾ ഓണാക്കിയത്. ദാ ഈ കൈ പൊക്കി പിടിച്ചിരിക്കുന്നു. ഈ കയ്യിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? സാരമില്ല. കോൺസ്റ്റലേഷൻ ആർട്ട് എന്ന ഈ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ശരിക്കും വേട്ടക്കാരനെ പോലെ തോന്നുന്നുവല്ലോ. ഈ രൂപമായിരിക്കില്ലേ പഴയ നാവികർ ഈ നക്ഷത്രത്തെ ദിശ തിരിച്ചറിയുന്നതിന് ഉപയോഗിച്ചപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കുക. നാവികരുടെ സങ്കല്പത്തിലുള്ള രൂപം ശരിക്കും ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ചില നക്ഷത്രങ്ങളെ കണ്ടുകഴിഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള അനേകം നക്ഷത്രങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. സ്കൂൾ തുറന്നതിന് ശേഷം അത്തരം നക്ഷത്രങ്ങളെ കൂടി നിങ്ങൾ നിരീക്ഷിക്കുമല്ലോ. നിരീക്ഷിക്കുന്ന സമയത്ത് ആ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണക്കുറിപ്പ് കൂടി നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? നമുക്ക് വേഗ നക്ഷത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നിരിക്കട്ടെ. ഇതിനായി വേഗ എന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഈ നക്ഷത്രം വന്നുവല്ലോ. വേഗ നക്ഷത്രത്തിൻ്റെ വിശദാംശങ്ങളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് എൽറ്റാനിൻ എന്ന നക്ഷത്രം. ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് ഈ നക്ഷത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ കാണിക്കുന്നത് കണ്ടില്ലേ? ഇനി നമുക്ക് സ്റ്റെല്ലേറിയം ക്ലോസ് ചെയ്യേണ്ടേ? എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക? ക്ലോസ് ബട്ടൺ ജാലകത്തിൽ എവിടെയും കാണുന്നില്ലല്ലോ. ഇതാ താഴെയുള്ള ടൂൾ ബാറിലെ ഈ അവസാനത്തെ ടൂൾ നോക്കൂ. ക്വിറ്റ് ടൂൾ ആണിത്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഈ ജാലകം ക്ലോസ് ചെയ്യുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് അവസാനിക്കാനായി. ഇന്ന് പഠിച്ചതെല്ലാം നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ? 1. സ്റ്റെല്ലേറിയം തുറക്കുന്ന വിധം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സ്റ്റെല്ലേറിയം. 2. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ലൊക്കേഷൻ ജാലകത്തിൽ സ്ഥലം തിരഞ്ഞെടുക്കുന്ന വിധം. സ്ക്രീനിൻ്റെ ഇടതുവശത്തുള്ള ടൂൾ ബോക്സിൽ നിന്ന് ലൊക്കേഷൻ വിൻഡോ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറക്കുന്ന ജാലകത്തിലെ സെർച്ച് ബോക്സിൽ സ്ഥലം ടൈപ്പ് ചെയ്യുക. 3. ഒരു നക്ഷത്രത്തെയോ ഗ്രഹത്തെയോ ഉപഗ്രഹത്തെയോ തിരഞ്ഞ് കണ്ടുപിടിക്കുന്ന വിധം. ഇടതുവശത്തുള്ള ടൂൾ ബോക്സിൽ നിന്ന് സെർച്ച് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറക്കുന്ന ജാലകത്തിലെ സെർച്ച് ബോക്സിൽ ഗ്രഹത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 4. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ സമയവും തീയതിയും നൽകുന്ന വിധം. ഇടതുഭാഗത്തെ ടൂൾ ബോക്സിലെ ഡേറ്റ് ഓർ ടൈം വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറക്കുന്ന ജാലകത്തിൽ തീയതിയും സമയവും തിരഞ്ഞെടുക്കുക. 5. വേട്ടക്കാരൻ അഥവാ ഓറിയോൺ നക്ഷത്ര സമൂഹത്തെ പരിചയപ്പെടൽ. സെർച്ച് വിൻഡോയിൽ ഓറിയോൺ എന്ന് സെർച്ച് ചെയ്ത ശേഷം കോൺസ്റ്റലേഷൻ ലൈൻസ്, കോൺസ്റ്റലേഷൻ ആർട്ട് എന്നീ ടൂളുകൾ പ്രവർത്തിപ്പിച്ചു നോക്കുക. 6. സ്റ്റെല്ലേറിയം ക്ലോസ് ചെയ്യുന്ന വിധം. ചുവട്ടിലെ ടൂൾ ബോക്സിലുള്ള ക്വിറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്തതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കണേ. സ്കൂൾ തുറക്കുമ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ആകാശ കാഴ്ചകൾ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടീച്ചറുടെ സഹായത്തോടെ നിരീക്ഷിക്കണേ. എന്നാൽ ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് കണ്ടെത്താമോ? സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ സ്ഥലം രേഖപ്പെടുത്തുന്ന വിൻഡോ ഏതാണ്? ബുധൻ, മെർക്കുറി, ശുക്രൻ, വീനസ്, ചൊവ്വ, മാർസ് എന്നീ ഗ്രഹങ്ങളെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാവരും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി
ടീച്ചറോട് പറയണേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.